കളിക്കില്ലല്ലോ, മത്സരമായിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഡെവലപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ 50-ന് മുകളിലുള്ള ആൾക്കാർ ഒരു ജസ്റ്റ് ഒരു പ്രദർശനം പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പോ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എന്തായാലും 2009 കിഫിലെ കളിച്ച കാര്യം പറഞ്ഞു. അത് ഞാനും കണ്ടിരുന്നു, പക്ഷേ സമരം മിസ്സായി. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരുള്ള നാട്ടുകാരാണ് നാട്ടുകൂട്ടുകാരുള്ളതുപോലെ സജീവമായി കളിയും കുട്ടികൾക്കും ഇത് അടുത്ത തലമുറയ്ക്കും ഒരു അവസരമാണല്ലോ. അങ്ങനെ വളരെ പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു നോമ്പുകാലം വരെ അത് കഴിഞ്ഞ ഒരു കാലാവസ്ഥ എല്ലാവരും വളരെ സന്തോഷം എത്താൻ സാധിച്ചത്. ബസ്ക കാര്യം കൂടി ഞാൻ എടുത്ത് പറയാണ്. ബസ്ക കാണുന്ന പോലെയല്ല, ടൗണിലിറങ്ങിയ നമ്മളെക്കാട്ടും സ്പീഡാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഏറ്റവും നല്ല ടീം ചെയ്യണം. നമ്മളെ ബഹുമാനപ്പെട്ട അബ്ബാസ് കോയയുടെ വക ആരാം ഉപഹാരം അബ്ബാസ് കാക്ക്. അബ്ബാസ് ഖാനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ, നാട്ടിലത്തെ അതേ ബന്ധങ്ങളും എല്ലാം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ സ്പോർട്സും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോകേണ്ടത് ഒരു ചെറിയ കാര്യമില്ല. 25 വർഷമായിട്ട് ഒരു വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കൊണ്ടുപോകേണ്ടത് ഒരു വലിയ കാര്യമാണ്. സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല, മൈൻഡിനും റിലാക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വർക്ക് ടെൻഷനും ഫാമിലി ടെൻഷനും എല്ലാത്തിനും ഒരു വെൻറ്റ് ഔട്ടായിട്ടാണ് നമ്മൾ സ്പോർട്സിന് കാണുന്നത്. ആ സ്പോർട്സ് കൾച്ചർ ഇപ്പോഴത്തെ തലമുറയ്ക്കും കൊണ്ടുവരുത്താൻ സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ചെറിയ ചെറിയ പരിപാടിയാണ്. അതിൽ മെയിനായിട്ട് കുറേ സ്പോർട്സുകൾ മറന്നു പോയിട്ടുള്ള സ്പോർട്സുകൾ കൊമ്പറായാലും കോട്ടയായാലും നമ്മുടെ കുട്ടികൾക്ക് അത് കാണാൻ പോലും കിട്ടിയില്ല ചിലർക്കൊക്കെ. അപ്പോൾ അതിനൊക്കെ അവസരം ഉണ്ടായിക്കൊണ്ടിരുന്നത് വലിയ ഒരു മേന്മേൽ വളരട്ടെ. അതേപോലെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ ചെറിയ ചെറിയ പരിപാടിക്കായാലും ISCയുടെ സൈഡിൽ നിന്ന് എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നായകൻ
അതെ താഴത്തൊക്കെ വീട്ടാ മുമ്പിടുന്ന പരിപാടി പറ്റില്ല മുമ്പിടുന്ന പരിപാടി ഇത് മതി എയർ കുറവുള്ള മതി എയർ കുറവുള്ള മതി നമുക്ക് കുഞ്ഞുപ്പല്ല തീരുമാനങ്ങളും നീക്കങ്ങളുമായി ശേഷിയ ചക്കാമുക്കിന്റെ വിശുദ്ധി കഥ ഇരുദിശയിലൂടെ ഓടുന്ന രണ്ട് സൈക്കിൾമാരുടെയും അളന്ന് തിട്ടപ്പെടുത്തി വാശിയേറിയ മത്സരം ആരും വീഴരുത്. വല കാക്കും ഭൂതം മുന്നിറുക. What a shot! Oh, what a back! What a defense! Oh, നല്ലൊരു കളിയായിരുന്നു അത്. Come on! What a shot! Come on, Ashika, come on! Wow! നല്ല പാസ് ആയിരുന്നു. What a match! മുന്നിട്ട് നിൽക്കുന്നത് അതിമനോഹരമായ What a pass! What a shot! TikTok താരം come on! കിട്ടി രണ്ടും ഒരു ടീമാണ് ആസിക come on! തൃശ്ശൂർ ജില്ലക്ക് പണ്ട് മനോഹരമായ റഷീദ് കളിക്കുകയാണ്. നല്ല കിക്കാണ് റഷീദ് ഖാനെ. നല്ല ഷോട്ടായിരുന്നു അത്. വേറെ റഷീദ് ഖാൻ ബ്ലോക്ക് ചെയ്തു. മാനേജർ റാഫിക്കയുടെ തന്ത്രങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഷോട്ടായിരുന്നത്. റഷീദ് ഖാൻ വീണ്ടും കിക്കിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന റഷീദ് ഖാൻ. നല്ല ഷോട്ടായിരുന്നു അത്. മനോഹരമായ മണവിൽ കിക്ക്. പച്ചപ്പട ഗോളടിച്ചിരിക്കുകയാണ്. ചക്കാമുക്കിന്റെ റഷീദ് ഖായുടെ പാസിൽ ആശീർവാദിന്റെ അമേരിക്ക ഗോളടിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ഗോള്. വല കാക്കുന്ന ഭൂതത്തിനെ അവിടെ തോന്നിയിരിക്കുകയാണ്. മനോഹരമായ ഷോട്ടിലൂടെ
റഷീദ് ചക്കാമുഖി റഷീദ് അതിമനോഹരമായി കളിച്ചുക ഫാൻസ് കൂടിയിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഔട്ട്ബോൾ വീണതല്ല സാഷ്ടാംഗം. അതിമനോഹരമായ കിക്കിടുകാൻ വീണ്ടും റഷീദ് കളിക്കുകയാണ്. ാണ്. എന്തൊരു കളിയാണ് ഇവർ കളിക്കുന്നത്. അതിമനോഹരമായ കളി. ഇവരുടെ പ്രായത്തിൽ അവർ കളിച്ചിരുന്ന കളി തായിരിക്കും. അതിമനോഹരമായ കളി. 60 വയസ്സിൽ കളിക്കുന്ന കളി കണ്ടില്ലേ. കുടുംബക്കാരുടെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന്റെ നെയ്മറിനെ പോലെ ചാടിക്കളിക്കുന്ന റഷീദ് പോക്ക് കണ്ടില്ലേ. ഉടക്കി അത് ഔട്ടായിരിക്കുകയാണ്. പച്ചപ്പട വിജയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഗോൾ പച്ചപ്പട വിജയിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ പച്ചപ്പട വിജയിച്ചിരിക്കുകയാണ്. വെള്ളപ്പട പൂർത്തിയെങ്കിലും വിജയിക്കാനായില്ല. ഇക്കുവയ്ക്ക് വേണ്ടി അതിമനോഹരമായ സഫീർ ഖാൻ ചായം സമൂസയും കിട്ടിയിട്ടില്ല എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സമൂസയും ചായയും കൊടുക്കേണ്ടതാണ്. വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. കാഴ്ചവെച്ചത് റഷീദ് ഖാൻ. ഷെരീഫ് ഖാൻ എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. ഷെരീഫ് ഖാൻ അതിമനോഹരമായ കളിയാണ് കുഞ്ഞുമ്പ കാഴ്ചവെച്ചിരിക്കുന്നത്. നൗഷാദ് ഖാൻ വളരെ നന്നായി കളിച്ചിരിക്കുന്നത്. ചക്കാമുക്കിന്റെ പഴയ പ്ലെയറാണ്. ഇപ്പോൾ ഒരു മാറ്റമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ഒട്ടനവധി കളികൾ കാഴ്ചവെച്ച അസിക്ക, വടൂക്കരയുടെ മിന്നും താരം അസീഖ, 39 വയസ്സായിട്ട് 50 വയസ്സായി എന്ന് പറഞ്ഞ് പറ്റിച്ച് ഞങ്ങളെ അതിമനോഹരമായ കളി കാഴ്ചവെച്ച താരിക, ടീം വൈറ്റ്സിന്റെ മാനേജർ റാഫിക. ഒരാഴ്ചയായി ഉറക്കവുമില്ല ഊണവുമില്ല. അതിമനോഹരമായി കൊണ്ട് ഈ പ്ലേയേഴ്സിനെ ആവേശകരമായ കളി കളിപ്പിച്ച റാഫിക എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. പച്ചപ്പടയുടെ നായകൻ, പച്ചപ്പടയുടെ മിന്നും താരം അൽത്താഫ് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. രണ്ടും മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി പിള്ളല്ല ബ്രസീലിലെ നെയ്മറിനെ പോലെ അതിമനോഹരമായി കളി കാഴ്ചവെച്ച ടീം പച്ചപ്പടയുടെ നായകൻ റഷീദ് ഖാൻ.
ചക്കാമുക്കിന്റെ മിന്നും താരം, ചക്കാമുക്കിന്റെ മിന്നും താരം. ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ഫാൻസിനെ കയ്യിലെടുത്ത ചക്കാമുക്കിന്റെ റഷീദക്ക മനോഹരമായ പാസിലൂടെയാണ് അവർ ജയിച്ചിരിക്കുകയാണ്. അത് മനോഹരമായ കളിയായിരുന്നു. കുഞ്ഞിപ്പ ഞാൻ പഠിപ്പിച്ചു. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അതിമനോഹരമായ കളി കാഴ്ചവെച്ച ടീം പച്ചപ്പടയ്ക്കും ടീം വെള്ളപ്പടയ്ക്കും. വിന്നേഴ്സ് ടീമായ ടീം പച്ചപ്പട ഇതാ ട്രോഫി അജി മാറില്ല, ഇവിടെ കാണില്ല. വളരെ നന്ദിയുണ്ട് ടീം വൈറ്റ്സിനും ടീം ഗ്രീൻസിനും. ഞങ്ങൾക്ക് അതിമനോഹരമായ കളികൾ കാഴ്ച